കേരളത്തെ സംബന്ധിച്ച്, മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമാണ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ള ഈ ഫാൽക്കെ അവാർഡ്. 21 വർഷത്തിന് ശേഷം ആദ്യമായും കേരളത്തിൽ രണ്ടാമതുമായിട്ടാണ് മോഹൻലാലിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അഭിനയ കലയെ വിസ്മയതുല്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച മഹാപ്രതിഭയായ മലയാളത്തിൻ്റെ ഇന്നത്തെയും അഭിമാനമായ മോഹൻലാലിൻ്റെ ഈ നേട്ടം മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ആവേശകരമായ ഒരു നേട്ടം തന്നെയാണ്. മോഹൻലാലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇന്നലെ തന്നെ നേരിട്ട് വിളിച്ച് മോഹൻലാലിനെ അഭിനന്ദിച്ചു. ഫോണിൽ കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഞാൻ യാത്രയിലാണ്. ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചതിന് നിങ്ങൾ നൽകുന്ന ഈ ആശംസ വളരെ വിലപ്പെട്ടതാണ് എന്ന് എന്നോട് ഇന്നലെ പറയുകയുണ്ടായി. എല്ലാവരോടും അതേ നില തന്നെയാണ് മോഹൻലാൽ ഇന്നലെ എടുത്ത സമീപനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മലയാളത്തിന് ലഭിച്ച ഒരു മഹാനടൻ എന്ന നിലയിൽ ലോകോത്തരമായ ഇടപെടൽ അഭിനയ കലയിൽ നടത്താൻ സാധിച്ച ഏറ്റവും ശ്രദ്ധേയനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ഈ നേട്ടം കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ്. അത് നേടിയെടുക്കാൻ മോഹൻലാലിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാന മുഹൂർത്തം തന്നെയാണ്. അയ്യപ്പ സംഘമെല്ലാം കഴിഞ്ഞാൽ അതാണ് 4600 ആളുണ്ടായിരിക്കും. അതുപോലെ അല്ല, അത്ര പോരെ? 4600 ആൾ പോരെ? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. 4600 ആൾ നമ്മൾ 3000 തീരുമാനിച്ചിട്ടുള്ളൂ. അത്രയും പങ്കെടുത്തില്ല. നിങ്ങളെ പ്രചരണം എല്ലാം കള്ളപ്രചരണമാണ്. മനസ്സിലായില്ലേ? കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. ഞാൻ പിന്നെ പറയേണ്ട വിചാരിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ? അത് അത്രയും പോരെ? ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ആ കള്ളപ്രചരണം അല്ലാതെ വേറെ എന്താ? കള്ളപ്രചരണം അല്ലാതെ നിങ്ങളെന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് 400, നിങ്ങൾ പറഞ്ഞ 400 എത്രയാണ് പങ്കെടുന്ന പറഞ്ഞ നിങ്ങൾ? 500? ആ, 600 സംതിങ്. ശുദ്ധ അസംബന്ധം പറയുന്നതിന്, കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ? അതാ പറഞ്ഞ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. സൈബർ ഗ്രൂപ്പ് വെറുതെ ഞാനൊരു കാര്യം പറയും. നിങ്ങൾ ഇത് പത്ര മാതൃഭൂമിയാ? അല്ല, അപ്പോൾ ഏത് സെഷനിൽ പങ്കെടുത്തതിനെ പറ്റി ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. വേണം നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AE ഉപയോഗിക്കാം. നിങ്ങൾക്ക് AE ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം? നിങ്ങൾ എന്തിനാണ് നിങ്ങളിപ്പോൾ ബാധിക്കുന്നത്? ആർക്ക് വേണ്ടി ബാധിക്കുന്ന? അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയായി ബാധിക്കുന്നത്? അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയി എന്ന് പറയാനാ? പിന്നെ ആർക്ക് വേണ്ടിയാ? നിങ്ങൾ കണ്ടോ? വെറുതെ കള്ളപ്രചാര വേല നടത്തുകയാണെന്ന്. അത് എടുക്കുന്നുണ്ട്. കോൺഗ്രസ് തന്നെ എടുത്തത്. കോൺഗ്രസിന് വേണ്ടി ബാധിക്കുക ഇപ്പോൾ ഇവിടെ വന്നിട്ട്. വലിയ വിജയമാണ്, ലോകപ്രസിദ്ധമായ വിജയമാണ്. പോരെ? ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറഞ്ഞാൽ മലയാളം മനസ്സായ പിന്നെ പറഞ്ഞോളൂ. പിന്നെ പറയാണ്ടെന്താ? കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ പുറകോട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നാണോ മാനം വേണം. എന്തെങ്കിലും പറയുന്നതിൽ, എന്തെങ്കിലും കൊടുക്കുന്നതിൽ, എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ്. ആളുകളെല്ലാം കാണുന്നു. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെയല്ല ഉണ്ടാക്കിയത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞില്ല. ഞാൻ അവിടെ ഉള്ളതിനെ പറഞ്ഞുള്ളൂ. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ മേലെ നിങ്ങൾ 460 ചുരുക്കണം. നിങ്ങൾ കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്.